ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ കണ്ണീരിലാത്തി ഈസ്റ്റർ പിറ്റേന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം. 140 കോടിയിലേറെ പേർ അടങ്ങുന്ന ആഗോള കത്തോലിക്ക സഭയുടെ തലവനാണ് മാർപ്പാപ്പ. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ 2013 മാർച്ച് 13 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മാർപ്പാപ്പ കാലം ചെയ്തതോടെ ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. വത്തിക്കാന്റെ സ്വത്തിന്റെയും വരുമാനത്തിന്റെയും ഭരണാധികാരിയായ കാമർലെങ്കോ ആണ് പോപ്പിന്റെ മരണം സ്ഥിരീകരിച്ചത്. കാമർലെങ്കോ മാർപ്പാപ്പയുടെ ചെവിയിൽ മാമോദിസ പേര് 3 തവണ വിളിക്കും. 3 വിളിയിലും പ്രതികരിക്കാതിരുന്നാൽ മരിച്ചതായി സ്ഥിരീകരിക്കും. ഇതിനുശേഷം ചെറിയ വെള്ളി ചുറ്റിക കൊണ്ട് നെറ്റിയിൽ അടിക്കുന്ന ഒരു ആചാരവും 1963 വരെ ഉണ്ടായിരുന്നു. തുടർന്ന് പോപ്പിന്റെ അധികാര ചിഹ്നമായ ഫിഷർമൻസ് മോതിരവും സീലും നശിപ്പിക്കും. പോപ്പിന്റെ ഭരണത്തിന്റെ അവസാനമാണ് ഇതുകൊണ്ട് അടയാളപ്പെടുത്തുന്നത്. മാർപ്പാപ്പയുടെ മരണശേഷം 4 മുതൽ 6 ദിവസത്തിനുള്ളിൽ ഭൗതികദേഹം സംസ്കരിക്കണം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലായിരിക്കും മാർപ്പാപ്പയെ സംസ്കരിക്കുക. മറ്റെവിടെയെങ്കിലും സംസ്കരിക്കാൻ ആവശ്യപ്പെട്ടാൽ അവിടെ സംസ്കരിക്കുന്നതാണ്. തുടർന്ന് 9 ദിവസത്തെ ദുഃഖാചരണം നടത്തും. കർദിനാൾമാർ കോൺക്ലേവ് കൂടിയായിരിക്കും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. നിലവിലെ മാർപ്പാപ്പ മരിച്ച് 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് കൂടും. 80 വയസ്സിന് താഴെയുള്ള കർദിനാൾമാരാണ് ഇതിനായി വത്തിക്കാനിൽ ഒത്തുകൂടുക. അവരെ സിസ്റ്റൈൻ പള്ളിക്കുള്ളിൽ പൂട്ടിയിടും. ഫോണോ മറ്റ് മാധ്യമങ്ങളോ അനുവദിക്കാതെ പുറം ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ച ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക. ഒരു സ്ഥാനാർത്ഥിക്ക് 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ വോട്ടെടുപ്പ് നടത്തും. ഓരോ വോട്ടെടുപ്പിന് ശേഷവും ബാലറ്റുകൾ കത്തിക്കും. ബാലറ്റിൽ നിന്ന് വരുന്ന കറുത്ത പുക മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ലെന്നും വെളുത്ത പുക മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തുവെന്നും സൂചിപ്പിക്കുന്നു. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം ആ പദവിയിൽ ഇരിക്കാൻ സന്നദ്ധനാണോ എന്ന് ഔദ്യോഗികമായി ചോദിക്കും. മാർപ്പാപ്പയാകാൻ സമ്മതിക്കുകയാണെങ്കിൽ മുൻപുള്ള വിശുദ്ധന്മാരിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേര് സ്വന്തം പേരായി സ്വീകരിക്കണം. പിന്നീട് ആ പേരിലായിരിക്കും അറിയപ്പെടുക. ഇതേ തുടർന്ന് മുതിർന്ന കർദിനാൾ ഡീക്കൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് ലാറ്റിൻ ഭാഷയിൽ ഹാബമസ് പാപ്പം എന്ന് വിളിച്ചു പറയും. നമുക്ക് ഒരു പോപ്പുണ്ട് എന്നാണ് അതിനർത്ഥം. തൊട്ടു പിന്നാലെ പുതിയ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് തന്റെ അനുയായികളെ അഭിവാദ്യം ചെയ്യുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും.